അന്നമനട പഞ്ചായത്ത് ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണത്തെ ചൊല്ലിയുള്ള ഭരണപ്രതിപക്ഷ തർക്കം ഒത്തുതീർപ്പിലെത്തി. ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ ഭാഗമൊഴിച്ചുള്ള സ്ഥലത്ത് നേതാക്കന്മാരുടെ പേര് വയ്ക്കാൻ തീരുമാനം. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾ. പുത്തഞ്ചിറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ചാലക്കുടിയിൽ പുലിയിറങ്ങിയത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതലെടുക്കുന്നതിനായി നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. പ്രദേശത്ത് നിരീക്ഷണത്തിനായി RRT സംഘത്തെ നിയോഗിച്ചു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട പഞ്ചായത്ത് ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണത്തെ ചൊല്ലിയുള്ള ഭരണപ്രതിപക്ഷ തർക്കം ഒത്തുതീർപ്പിലെത്തി. ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ ഭാഗമൊഴിച്ചുള്ള സ്ഥലത്ത് നേതാക്കന്മാരുടെ പേര് വയ്ക്കാൻ ഇന്ന് നടന്ന ചർച്ചയിൽ തീരുമാനിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന് ഫണ്ട് അനുവദിച്ച K. കരുണാകരന്റെയും TU രാധാകൃഷ്ണന്റെയും പേരുകൾ മറച്ചുവെച്ച് നിർമ്മാണം നടത്തുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. വിഷയം ഉന്നയിച്ച പ്രതിപക്ഷാംഗങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ചേംബറിലെത്തി പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലൈബ്രറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്തു. വൈകിട്ട് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ലൈബ്രറി ഒഴിച്ചുള്ള സ്ഥലത്ത് നേതാക്കളുടെ പേരുകൾ എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു. മീഡിയ ടൈം, മാള. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾ. പുത്തഞ്ചിറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ജലനിധിയുടെ ടാങ്കിന് സമീപമാണ് വെള്ളം ലഭിക്കാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നതാണ് വിചിത്രമായ വസ്തുത. മന്ത്രി, കളക്ടർ എന്നിവർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് മാസങ്ങളായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന് സമീപം താമസിക്കുന്ന മഞ്ഞല റംല, നടുമുറി മണി, പണ്ടാരി സജീവൻ, നടുമുറി സനിൽ എന്നിവരുടെ കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ക്യാൻസർ രോഗിയായ മഞ്ഞന അബ്ദുൽ ഖാദർ ഭാര്യ റംല മാസങ്ങൾക്ക് മുൻപ് അദാലത്തിൽ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി നടപടികളായില്ലെന്ന് പറയുന്നു. 10 വർഷം മുതൽ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞാലും തുടങ്ങി ഞാനിപ്പോൾ ഒരു ക്യാൻസർ രോഗിയായിട്ട് എനിക്കിപ്പോൾ വെള്ളം എവിടെ നിന്നും കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെയാണ് ഞാൻ ഡിസംബർ 17-ാം തീയതിയുള്ള മൂന്നുപുരം താലൂക്കിലെ അദാലത്തിന് പോയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പേപ്പറൊക്കെ കിട്ടി. അവിടെ നിന്ന് പേപ്പർ കിട്ടി. പഞ്ചായത്തിൽ 2-3 മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കളക്ടറേറ്റിലേക്ക് പേപ്പർ കൊടുത്ത് ഞങ്ങളെ കൊണ്ടാകാവുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ആരും എവിടെ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രശ്നം. ഞങ്ങളിപ്പോൾ ഇവിടെ 5-6 വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുന്നതാണ്. എല്ലാവർക്കും കിണറ്റിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങി. ഞങ്ങൾക്കും കിണർ ആകെ പറ്റിപ്പോകും. ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് എത്ര കാലം വേനൽപ്പാൽ കഴിച്ച് കൂട്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങി എനിക്ക് തീരെ വയ്യാത്ത കാരണമാണ് ഞാൻ അദാലത്തിൽ പങ്കെടുക്കാൻ പോയത്. എന്നിട്ടും എനിക്ക് ഇതേവരെ ഒരു നീതി അവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇവരുടെ കിണർ വറ്റി വരണ്ട് കിടക്കുകയാണ്. പണ്ടാരിൽ സജീവന് കിണർ പോലുമില്ല. 4 കുടുംബങ്ങൾക്കും വഴിത്തർക്ക പ്രശ്നം മൂലം കുടിവെള്ള കണക്ഷൻ എടുക്കാനും കഴിയുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവിടെ 5-6 വീട്ടുകാരുണ്ട്. അവർക്കൊന്നും കുടിക്കാനായിട്ട് വെള്ളവും ഇല്ല. ആകെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ഉദ്ഘാടനം ചെയ്ത് അന്ന് 2000 രൂപ വെച്ച് അടച്ച ആൾക്കാരാണ് പൈസ. അന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ സമ്മതിച്ചില്ല. അന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ
പരാതിപ്പെട്ടു, ഒന്നും നടന്നില്ല. ഞങ്ങൾ എൻ്റെ ബഹുമാനായ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. അങ്ങനെ കളക്ടറേറ്റിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ഒരു ഓർഡർ വന്നു. ആ പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ അവൻ അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ എൻ്റെ കാര്യം നോക്കി കേസിന് പൊക്കാണ്ടെന്നും പറഞ്ഞങ്ങായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അവൻ ഞങ്ങളെ വെല്ലുവിളിച്ച്, നീ കളക്ടറെ കാട്ടി പേടിപ്പിക്കേണ്ട, മന്ത്രി ബിന്ദുവിനെയും കാട്ടി പേടിപ്പിക്കേണ്ട, അതിലും വലിയ ആൾ അവൻ്റെ കയ്യിലുണ്ട്, സുപ്രീം കോടതിയിലടക്കം പോകുമെന്ന് പറഞ്ഞ് വെള്ളത്തിന് നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഓൻ പറഞ്ഞു നടക്കുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാനായിട്ട് ഇപ്പം സമ്മതിച്ചില്ല. എന്നിട്ട് 75 വയസ്സായ മണിച്ചേച്ചിനെ കുറേ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. വെള്ളവും വെളിച്ചവും ഓരോ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുക എന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ പല ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഈ വീട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥയെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. മീഡിയ ടൈം, മാള. ചാലക്കുടിയിൽ പുലിയിറങ്ങിയത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതലെടുക്കാനായി നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. പുലി സാന്നിധ്യം കണ്ട സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിക്കാനുള്ള അനുമതിക്കായുള്ള അപേക്ഷ CCFന് കൈമാറി. പ്രദേശത്ത് നിരീക്ഷണത്തിനായി RRT സംഘത്തെ നിയോഗിച്ചു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രഭാത സഫാരി അടക്കമുള്ളവ നിർത്തിവെക്കണമെന്ന നിർദ്ദേശവും ഉണ്ട്. പുലിയെ വെടിവെച്ച് കൊല്ലണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ CCFന്റെ അനുമതി വേണമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം ഐനിക്കാട് മഠത്തിൽ രാമനാരായണന്റെ വീട്ടിലെ CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. 24-ന് പുലർച്ചെയാണ് വീടിന് മുന്നിലൂടെ പോകുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ബുധനാഴ്ചയാണ് ഇക്കാര്യം അറിഞ്ഞത്. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു ബാലപ്പൻ, ചാലക്കുടി DFO വെങ്കിടേശ്വർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. 2016 ശേഷം വന്യജീവി ആക്രമണങ്ങളിൽ 1200-ൽ പരം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടും 9000-ഓളം പേർക്ക് ഗുരുതര പരിക്കുകളുണ്ടായിട്ടും 55,000 വന്യമൃഗ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പാലിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പ്രസ്താവിച്ചു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തവർ അധികാരത്തിൽ തുടരുന്നത് അധാർമികമാണ്. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന കേരള കർഷക യൂണിയൻ സംസ്ഥാനതല കർഷക സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം തടയുന്നതിനുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കർഷക യൂണിയന്റെയും കേരള കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാനതല സമര പരിപാടികൾ വ്യാപിക്കുമെന്നും തോമസ് ഉണ്ണിയാടൻ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നത് അവസാനിപ്പിക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി, പുലി, കടുവ, അണ്ണാൻ, കുരങ്ങൻ, മയിൽ, മാൻ, വേട്ടനായ്ക്കൾ തുടങ്ങിയ വന്യജീവികളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും അനുവാദം നൽകുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാക്കുക, നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല സമരസംഗമം നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകർ സമരത്തിൽ പങ്കാളികളായി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കർഷക രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, സംസ്ഥാന നേതാക്കളായ MP പോളി, CV കുര്യാക്കോസ്, ജോസ് ജെയിംസ് തിലപ്പന, ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ജോയ് ഗോപുരൻ, മിനി മോഹൻദാസ്, CT പോൾ, MV ജോൺ, TA പ്ലാസിഡ്, വിൽസൺ മേച്ചേരി, മനോജ് കുന്നൽ, ജോഷി പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. കർഷക യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ ഗണേഷ് പുലിയൂർ, സണ്ണി തെങ്ങുംപള്ളി, ബിനു ജോൺ, ആൻഡച്ചൻ വെച്ചുച്ചിറ, AT പൗലോസ്, വിനോദ് ജോൺ, സോജൻ ജോർജ്, ജോണി പുളിന്തടം, ആന്റണി കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകളിലേക്ക്. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട പട്ടാര്യ സമുദായം വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ചു. ചടങ്ങുകൾ നടത്തുന്നതിന് അനുവാദം വാങ്ങി. സമുദായം പ്രസിഡന്റ് സജീവ്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ, കമ്മിറ്റി മെമ്പർമാരായ രവി, പ്രേമൻ, രാജൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മറ്റു സമുദായ അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ഭരണി നാളിൽ വെളുപ്പിന് വടക്കേ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതിനും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും
കുശ്മാണ്ഡബലി നടത്തുന്നതും പട്ടാര്യ സമുദായമാണ്. യുവാവിനെ മുളവടിക്കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ ആൾരൂപ കച്ചവടം നടത്തുന്നതിനായി വന്ന ഇടുക്കി വട്ടോളി വീട്ടിൽ സഞ്ജുവിനെ മുളവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് എടവിലങ്ങ് കുഞ്ഞേനി സ്വദേശിയായ ഒസാല് വീട്ടിൽ അഷറഫിനെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിനായി ആൾരൂപ കച്ചവടം നടത്തുന്നതിനായി ഭാര്യയൊന്നിച്ചു വന്ന സഞ്ജുവിനെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തടഞ്ഞു നിർത്തി അഷ്റഫിന്റെ കയ്യിലുണ്ടായിരുന്ന മുളവടി കൊണ്ട് തലയിൽ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് പരാതിയിൽ പറയുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ സാലിം, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അനസ്, അഖിൽരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പുതിയ കൃഷിഭവൻ കെട്ടിടം ഉദ്ഘാടനം മാർച്ച് 28 നടക്കും. രാവിലെ 9 കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജിത് സന്തോഷിനെ ആദരിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപയും പുത്തഞ്ചിറ പഞ്ചായത്തിൻ്റെ നോൺ റോഡ് ഫണ്ടിൽ നിന്നും 2.52 ലക്ഷം രൂപയും ഉൾപ്പെടെ 37.52 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കൃഷിഭവൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ കൃഷി ഓഫീസർ NT രേഷ്മ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു. 28-ാം തീയതി രാവിലെ 9:30 ബഹുമാനപ്പെട്ട കാർഷിക വികസന കൃഷി ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ P. പ്രസാദ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ പുത്തഞ്ചിറയുടെ വലിയൊരു പ്രതീക്ഷ ഉണർത്തുന്ന കെട്ടിടമാണ് നമുക്ക് പണിതീർത്ത് ജനങ്ങൾക്ക് അവരുടെ കാർഷിക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തൊഴിലുറപ്പ് മേഖല, അതുപോലെ കുടുംബശ്രീയുടെ അംഗങ്ങൾ, അങ്ങനെ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് കൃഷിയുടെ പുതിയ ആശയങ്ങളും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും ഒപ്പം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർദ്ദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് 28 ഡൽഹിയിൽ ധർണ. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ബേബി മാത്യു കാവുങ്കലും സംസ്ഥാന പ്രസിഡന്റ് ജോസി P. തോമസും പത്രസമ്മേളനത്തിൽ ഇത് അറിയിച്ചു. ഉപജീവനത്തിന് സമുദ്രത്തെയും ആവാസത്തിന് കടൽ തീരത്തെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾ. കടൽ മണൽ ഖനനം യാഥാർത്ഥ്യമായാൽ കടൽത്തീരത്തു നിന്നും വൻതോതിൽ മത്സ്യത്തൊഴിലാളികൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരും. മത്സ്യത്തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാർ നീക്കത്തെ അതിശക്തമായിട്ടാണ് ചെറുക്കുന്നത്. അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തീരദേശം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മാർച്ച് 28 ശേഷം കേരളത്തിലെ കടൽ തീരത്തിലുടനീളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. മെയ് അവസാന വാരം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തീരദേശ മാർച്ചും നടത്തുമെന്നും ബേബി മാത്യു കാവുങ്കലും ജോസി P. തോമസും അറിയിച്ചു. മാർച്ച് 28 ഡൽഹിയിൽ നടക്കുന്ന ധർണ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് K. മാണി ഉദ്ഘാടനം ചെയ്യും. പുല്ലൂറ്റ് ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നാരായണമംഗലം ജംഗ്ഷനിൽ ലഹരിക്കെതിരെ സന്ദേശവുമായി സ്നേഹജ്വാല ഒരുക്കി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MS പത്മരാജൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷഹീൻ K. മൊയ്തീൻ അധ്യക്ഷനായി. താജ്, ഷീല സജീവ്, രാജപ്പൻ മാലാന്തറ, അജിത് പോളക്കുളത്ത്, ബുൾഹർ കൊല്ലംപറമ്പിൽ, BN സജീവൻ, ധനഞ്ജയൻ എന്നിവർ പ്രസംഗിച്ചു. സ്നേഹജ്വാലയ്ക്ക് ജസ്ന ദിനേഷ്, വിനോദ് വലിയപറമ്പിൽ, സാബു ഈശ്വരമംഗലത്ത്, ബീന കുട്ടൻ, രാജീവ് കൊല്ലംപറമ്പിൽ, സജിത ഷിജീന്ദ്രൻ, അനീഷ് തൃപ്പേക്കുളത്ത്, വിനയ ലിജോയ്, ജയലാൽ തൃപ്പേക്കുളത്ത്, ബേബി പണിക്കംപറമ്പിൽ, പ്രജീല നിതിൻ, ലളിത സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മാസങ്ങളായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അങ്കണവാടി വർക്കർമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട്, അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് KA സാദത്ത്, PK മുഹമ്മദ്, CM മൊയ്തു, CA റഷീദ്, CP തമ്പി, PH നാസർ, ഹസീന റിയാസ്, PP ജോൺ, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, PA കരുണാകരൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി നേതാക്കളായ KR റാഫി, ഗഫൂർ ഖാൻ, KA സിദ്ദിഖ്, KG ഷാജൻ,
റഷീദ് പഴുപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A. മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കമാൽ കാട്ടകത്ത്, ധർമ്മജൻ വില്ലാടത്ത്, KH അബ്ദുൽ നാസർ, അയൂബ് കരൂപ്പടന്ന, A. ചന്ദ്രൻ, EV സജീവ്, TJ ജോസഫ്, AR രാമദാസ്, സാബു കത്തിൽ, V. മോഹൻദാസ്, പ്രശോഭ് അശോകൻ, സലീം അറക്കൽ, മഹേഷ് ആലിങ്ങൽ, E. സതീശൻ, ജബി അലിയാർ, ജോർജ് തൊമ്മാന, മഞ്ജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധനയടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ എന്നു മുതലാണ് ഇവർക്ക് തൊഴിലാളികളെ അതുപോലെ തന്നെ സമരമിരിക്കുന്നവരെയൊക്കെ പുച്ഛമായി തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയല്ല, അടിസ്ഥാന വർഗങ്ങളെ സ്നേഹിക്കുന്നവരല്ല, മറിച്ച് ഇവരൊക്കെ മുതലാളിത്തത്തിന്റെ അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ വക്താക്കളായി മാറിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മാറ്റം. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച ആശമാർക്ക് നിരാശയായിരുന്നു ഫലം. 1 രൂപ പോലും അവരുടെ ഓണറേറിയത്തിൽ ഈ 700 രൂപ പ്രകടന പത്രികയിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ സർക്കാർ 100 കോടി രൂപയാണ് മന്ത്രിമാർക്ക് സഞ്ചരിക്കുവാൻ, വാഹനങ്ങൾ വാങ്ങാൻ നീക്കിവെച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലേ? മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് S. സാബു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈല പ്രകാശൻ, TS ഷാജി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, CK യുദി, സുഭാഷ് പനങ്ങാടൻ, VS അരുൺരാജ്, TK ജോണി, വാസന്തി സുബ്രഹ്മണ്യൻ, സുഭാഷ് ചെമ്പനാടൻ, KP പ്രജീഷ്, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഷൈജു അമ്പാട്ട്, ടോണി കണ്ണായി, ജോർജ് പട്ടേരി, ജോജു പയ്യപ്പള്ളി, PN സന്തോഷ്, വത്സൻ പണിക്കശ്ശേരി, സലാം അരിപ്പുറത്ത്, ജോസ് കാളിയങ്കര, അലി പിച്ചത്തറ, TK ജബ്ബാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ഡൽജിത്ത് ഞാർലേലി, INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, ബ്ലോക്ക് ഭാരവാഹികളായ സദാശിവൻ കുറവത്ത്, കോടന നാരായണൻകുട്ടി, ബൈജു അറക്കൽ, VR രഞ്ജിത്ത്, ഷാജു വെളിയൻ, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കോച്ചക്കാടൻ, ജോണി മഞ്ഞാങ്ങ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട പഞ്ചായത്ത് ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണത്തെ ചൊല്ലിയുള്ള ഭരണപ്രതിപക്ഷ തർക്കം ഒത്തുതീർപ്പിലെത്തി. ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ ഭാഗമൊഴിച്ചുള്ള സ്ഥലത്ത് നേതാക്കന്മാരുടെ പേര് വയ്ക്കാൻ തീരുമാനം. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പുത്തൻചിറയിലെ 4 കുടുംബങ്ങൾ. പുത്തൻചിറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ചാലക്കുടിയിൽ പുലിയിറങ്ങിയത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതലെടുക്കുന്നതിനായി നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. പ്രദേശത്ത് നിരീക്ഷണത്തിനായി RRT സംഘത്തെ നിയോഗിച്ചു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.